ആ സ്വാതന്ത്ര്യം താങ്കൾക്കും ഉണ്ടല്ലോ തിരിച്ചത്തരത്തിൽ? എനിക്ക് സംസ്കാരം കൂടി ഉണ്ട്, സ്വാതന്ത്ര്യം മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടൂല. അപ്പോൾ തന്നെ അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, എന്നേക്കാൾ മുതിർന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് അങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അനാവശ്യമായ പരാമർശങ്ങൾ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടൊരു മറുപടി കൊടുക്കുന്നില്ല. ബഹുമാനം, സ്നേഹം മാത്രം. മാധ്യമങ്ങൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ള നിലയിൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ കോൺഗ്രസ് ഭരിച്ച ഒരു ഇന്ത്യ അത്തരത്തിലുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആരെ പറ്റിയും അങ്ങനെയൊക്കെ പരാമർശങ്ങൾ നടത്താനുള്ളൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാടാണ്. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അദ്ദേഹം അത് പറഞ്ഞോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ല. ആ സ്വാതന്ത്ര്യം താങ്കൾക്കും ഉണ്ടല്ലോ തിരിച്ചത്തരത്തിൽ? എനിക്ക് സംസ്കാരം കൂടി ഉണ്ട്, സ്വാതന്ത്ര്യം മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടൂല. അപ്പോൾ ഇത്രയും നാടക കലാകാരന്മാർ, KPSC പോലെയൊക്കെയുള്ള ട്രൂപ്പുകളിലെ കലാകാരന്മാർ മൈക്ക് പോലും ഇല്ലാത്തൊരു കാലത്ത് ഒരുപാട് ഉത്സവപ്പറമ്പുകളിൽ പരിപാടികൾ അവതരിപ്പിച്ച് നാടകം നടത്തിയുമെല്ലാം ആ പ്രസ്ഥാനത്തെ അത്രയും മുന്നിലേക്ക് കൊണ്ടുവന്ന ശേഷം ഇവർക്ക് എന്നു മുതലാണ് കലയും കലാകാരനുമൊക്കെ ഇത്രയും കാണാൻ വയ്യാത്ത ആളാകുന്നത്? അത് അവനവനോടൊപ്പം നിൽക്കാത്ത എല്ലാവരും വെറുക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു പ്രത്യയശാസ്ത്രം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സത്യത്തിൽ. കാരണം ഞാൻ ഒരു 26 വർഷം 3000 സ്റ്റേജുകൾ, 3000-ൽ കൂടുതൽ ടെലിവിഷൻ പരിപാടികൾ, 50-ലധികം സിനിമകളിൽ അഭിനയിച്ചു, 2 സിനിമ എഴുതി സംവിധാനം ചെയ്തു. ഇതെല്ലാം ഏറ്റവും സഭ്യമായും മാന്യമായും ആവശ്യമില്ലാത്ത വൃത്തികേടുകൾ പറയാതെയും ഇത്രയും കാലം ഇവിടുത്തെ കുടുംബ സദസ്സുകളുടെ മുന്നിൽ വളരെ മാന്യമായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതേ മാന്യത എനിക്ക് രാഷ്ട്രീയത്തിൽ ഉണ്ടാകണമെന്നും അതേ മാന്യത എന്നിൽ നിന്ന് രാഷ്ട്രീയത്തിൽ തുടരണമെന്നും വരുന്ന തലമുറ നമ്മളെ കാണുമ്പോൾ ഇതൊരു മോശം ഇടമാണ് എന്ന് തോന്നാത്ത രീതിയിൽ ഏറ്റവും സരസമായി നിൽക്കണമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് രാഷ്ട്രീയത്തിലേക്കും കൂടെ ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ഒപ്പത്തിനൊപ്പം. സ്വാതന്ത്ര്യം മാത്രമല്ല സംസ്കാരം കൂടി എനിക്കുണ്ട്. യെസ്, വളരെ കൃത്യമായ മറുപടി. ആ സംസ്കാരം ഉള്ളത് കൊണ്ടാണ് രമേശ് പിഷാരടി എന്ന് പറയുന്ന മനുഷ്യൻ രമേശ് പിഷാരടിയായി നിൽക്കുന്നത്. അതില്ലാത്തത് കൊണ്ടാണ് ചിലരുടെയൊക്കെ ഭാര്യമാര് ഈ സംസ്കാരം കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഇറങ്ങിപ്പോയി ഇട്ടേച്ചു പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നത്. അത് ഭാര്യമാർ ഇട്ടേച്ചു പോകുമ്പോഴാണ് സ്വപ്ന സുരേഷുമാരെ മൂന്നാറിലെ റിസോർട്ടിലേക്ക് വിളിക്കേണ്ടി വരുന്നത്, അല്ലേ? തോമസ് ഐസക്കിനെ കുറിച്ചാണ് പറയുന്നത്, ആ ഒരു പരനാറിയെ കുറിച്ച്. തോമസ് ഐസക്ക് കോമാളി എന്നാണ് ആരെ വിശേഷിപ്പിച്ചത്? പിഷാരടിയെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ സംസ്കാരമില്ലാത്ത ഈ ചെറ്റ, അങ്ങനെ തന്നെ നമുക്ക് പറയാം, അല്ലേ? ചെറ്റ എന്നൊക്കെ പറയുന്നതിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഈ സംസ്കാരമില്ലാത്ത ചെറ്റ, ആ ചെറ്റ സ്വപ്ന സുരേഷുമാരെ ഈ പറയുന്ന മൂന്നാറിലെ റിസോർട്ടിലേക്ക് ക്ഷണിക്കാൻ പോലും, നിങ്ങളൊന്ന് കാര്യം ആലോചിച്ചേക്ക്. ഭാര്യയുണ്ടായിരുന്നു, ഒരു മകളുണ്ടായിരുന്നു. ഭാര്യ ഇട്ടേച്ചു പോയി, ഇറങ്ങിപ്പോയി, ആട്ടിയിറക്കിയിട്ട് ഭാര്യയുടെ പാടിന് പോയി. എന്താ കാര്യം? ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സ്വന്തം കുടുംബം, ഒരു കുടുംബം ഉണ്ടായതിനു ശേഷം ആ കുടുംബത്തിന് മുന്നിൽ പരാജയപ്പെട്ട ഒരുത്തൻ, അവൻ സംസ്കാരമില്ലാത്തവൻ തന്നെയാ. എല്ലാ അർത്ഥത്തിലും അവൻ പരാജയപ്പെട്ടവൻ തന്നെയാ, സംസ്കാരമില്ലാത്തവൻ തന്നെയാ. ഇവന്റെ കേളികൾ എന്തുകൊണ്ട് ഭാര്യ ഇട്ടേച്ചു പോയി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് സ്വപ്ന സുരേഷ് നൽകിയത്. സ്വപ്ന സുരേഷ് ചില പച്ച ഇറച്ചികൾ കാണുമ്പോൾ ഇവർക്കൊക്കെ എന്താ തോന്നുന്നത്? മൂന്നാറിലെ റിസോർട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ വല്ല ഹോട്ടൽ മുറികളിലും റൂം എടുക്കണം, ബുക്ക് ചെയ്യണം. ഇതൊക്കെയാണ് ഇവർക്ക് തോന്നുന്നത്. ഇത് പലപ്പോഴായിട്ട് ഇവരുടെ കൈകളിൽ നിന്ന് ഇത്തരം പ്രവർത്തികൾ ഇവരിൽ നിന്ന് ഉണ്ടായപ്പോഴാണ് ഭാര്യമാരൊക്കെ ഇട്ടേച്ചും പോകുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ സംസ്കാരശൂന്യന് മറുപടി കൊടുക്കേണ്ട കാര്യം എന്താണെങ്കിലും പിഷാരടിക്കില്ല. അത് കൊടുക്കാത്തത് തന്നെയാണ് നല്ലത്. പിഷാരടി കൊടുക്കേണ്ട, പക്ഷെ നമുക്കെല്ലാവർക്കും കൊടുക്കാലോ, അല്ലേ? പിഷാരടിയുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ അത് കാത്തു സൂക്ഷിച്ചോട്ടെ. പക്ഷേ നമ്മൾ അങ്ങനെ കാത്തു സൂക്ഷിക്കണോ? വേണ്ട എന്നുള്ളതാണ്. നമ്മളത് വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യണം. ഇത്തരത്തിലുള്ള കാമവെറിയന്മാരെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക തന്നെ വേണം. ഹോട്ടൽ മുറികളിലേക്ക് വിളിക്കുന്ന ആളുകൾ തോമസ് ഐസക്കിനെ പോലെയുള്ള, എന്തുകൊണ്ട് തോമസ് ഐസക്ക്, നിങ്ങൾ കണ്ടില്ലേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷനും ഒക്കെ വരുന്നതിന് മുൻപ് തോമസ് ഐസക്ക് മത്സരിക്കും എന്നുവരെയുള്ള വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു.
അല്ലേ? ആ വാർത്തകൾ സത്യമാണോ അല്ലയോ എന്നറിയില്ല. എന്താണെങ്കിലും തോമസ് ഐസക്കിന്റെ മനസ്സിൽ ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു, മനസ്സിൽ മത്സരിക്കണമെന്ന്. കാരണം എന്താ? ഇപ്പോൾ വേറെ അധികാരങ്ങളോ വേറെ പണിയൊന്നുമില്ല, ഭാര്യയും കൂടെയില്ല, കുടുംബവും കൂടെയില്ല, ആരും കൂടെയില്ല, തനിച്ചാണ് ജീവിതം. സമയം തള്ളി നിൽക്കണ്ടേ? എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ? ഒരു ജനപ്രതിനിധിയെങ്കിലും ആയാൽ അത്തരത്തിൽ സമയം പോകും. അത്തരത്തിൽ ഈ സ്വപ്ന സുരേഷിനെ വിളിച്ച പോലെ പലരെയും വിളിക്കാൻ പറ്റും. ചിലരൊക്കെ വരും, ചിലർ വരൂല. മൂന്നാറിലെ റിസോർട്ടിലേക്കും ഹോട്ടൽ മുറികളിലേക്കുമൊക്കെ പലരെയും വിളിക്കാനും ക്ഷണിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത്തരം ആളുകൾ വന്നിട്ട് രമേശ് പിഷാരടിക്കെതിരെ ഉറഞ്ഞു തുള്ളുകയാ. എന്താ കാര്യം? കാര്യം മറ്റൊന്നുമല്ല. രമേശ് പിഷാരടി പാലക്കാടിൻ്റെ മണ്ണിൽ വന്നിറങ്ങുന്നത് വരെ ചില ആശങ്കകളും ചില ചോദ്യങ്ങളുമൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ രമേശ് പിഷാരടി പാലക്കാട്ട് എത്തിയതോടുകൂടി ചിത്രം മാറിമറിഞ്ഞു. ചിത്രമാകെ മാറിമറിഞ്ഞു. കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റുകയാ. ആ കണക്ക് കൂട്ടലുകൾ തെറ്റുമ്പോൾ പിന്നെ അങ്ങോട്ട് എന്താണ്? വ്യക്തിയധിക്ഷേപമാണ്. ഒരാളെ പരിഹസിക്കുകയാണ്, അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സ്ഥിരമായിട്ടുള്ള ഏർപ്പാടാണ്, വ്യക്തി അധിക്ഷേപം. ഒരു വ്യക്തിയെ പരിഹസിക്കുക. തങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ അവരെന്തോ വലിയ പ്രശ്നക്കാരൻ, പോയത്തക്കാരൻ. ഇപ്പോൾ പിഷാരടിയെ കോമാളി എന്ന് വിളിക്കാൻ കാരണം എന്താണ്? പിഷാരടി സിനിമാ രംഗത്ത് കോമഡി ചെയ്യുന്നു എന്നുള്ളതാണ് അയാളെ കോമാളി എന്ന് വിളിക്കാൻ കാരണം, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവരിപ്പോൾ ഒരു തിരുവനന്തപുരം സെൻട്രലിൽ ഇവരൊരാളെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. ആരെയാണ്? സുധീർ കരമന. ആ സുധീർ കരമനയെ ഇവർ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അയാളെ എന്ത് വിളിക്കണം? അയാളാണെങ്കിൽ സിനിമയിൽ ഒന്നില്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നവൻ, അല്ലെങ്കിൽ വില്ലൻ, കൊലപാതകം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റ്, അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിക്ക്, ഇങ്ങനെ, അല്ലെങ്കിൽ ഭാര്യയെ പീഡിപ്പിക്കുന്നവൻ. കണ്ടിട്ടില്ലേ നിങ്ങൾ? അല്ലെങ്കിൽ ഭാര്യയെ പീഡിപ്പിക്കുന്നവൻ, അല്ലെങ്കിൽ കള്ളൻ. ഇങ്ങനെയൊക്കെയാണ് ഇവൻ്റെ റോളുകൾ എന്ന് പറയുന്നത്, അല്ലേ? സുധീർ കരമന അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളിൽ 99% ക്രിമിനലായിട്ട്, ക്രിമിനൽ പശ്ചാത്തലമുള്ളവനായിട്ട്, ഡ്രഗ് അഡിക്റ്റായിട്ട്, ആൽക്കഹോളിക്കായിട്ട്, ഭാര്യയെ പീഡിപ്പിക്കുന്നവനായിട്ട്, കള്ളനായിട്ട്, ഇങ്ങനെയൊക്കെയല്ലേ ഇവൻ സിനിമയിൽ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സുധീർ കരമനയെ നമ്മളെന്ത് വിളിക്കും? കഞ്ചാവോളി എന്ന് വിളിക്കുമോ? അല്ലെങ്കിൽ ഫുൾ ടൈം തണ്ണിയാണെന്ന് അവനെക്കുറിച്ച് നമ്മൾ പറയുമോ? ഇനിയിപ്പോൾ റിയൽ ലൈഫിൽ ഫുൾ ടൈം തണ്ണിയാണെങ്കിൽ പോലും ഈ വ്യക്തിയെ നമ്മൾ അങ്ങനെയാണോ അഭിസംബോധന ചെയ്യുന്നത്? അപ്പോൾ ഒരു മാന്യതയും ഇല്ലാതെ, ഒരു മര്യാദയും ഇല്ലാതെ, അതിനേക്കാളൊക്കെ ഉപരി സംസ്കാരമില്ലാതെ. അതാണ് പിഷാരടി പറഞ്ഞത്. അതങ്ങനെ എത്ര എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതല്ല. കാരണം എന്താ? ഇത് കിട്ടണം. എവിടെ നിന്ന് കിട്ടണം? കുടുംബത്തിൽ നിന്ന് കിട്ടണം. കുടുംബം തന്നെ, സ്വന്തം ഭാര്യ തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടണം. ആ വീട്ടിൽ നിന്ന് സ്വന്തം ഭാര്യ തന്നെ ആ സംസ്കാരം ഇല്ലാത്തവനാണെന്ന് കണ്ടിട്ട് ഇട്ടേച്ചും പോയ തോമസ് ഐസക്കാണ് ആര്? ഈ പറയുന്ന തോമസ് ഐസക്ക്. എന്നിട്ട് അയാൾ വന്നിട്ട് പിഷാരടിയെ കോമാളി എന്ന് വിളിക്കുക. അവനിക്കതിൽ വലിയ ശരിയും തെറ്റൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ? അവനോ ഭൂലോക ഫ്രോഡാണ്, സംസ്കാരമില്ലാത്തവനാണ്. അതുകൊണ്ടാണല്ലോ ഭാര്യ ഇട്ടേച്ച് പോയത്. ഭാര്യ ഇട്ടേച്ച് പോയി കഴപ്പ് ഇങ്ങനെ കടി മൂത്ത് നിൽക്കുമ്പോഴാണല്ലോ സ്വപ്ന സുരേഷിനെ മൂന്നാറിലെ റിസോർട്ടിലേക്ക് വിളിക്കാൻ തോന്നിയത്. അങ്ങനെ എത്രയാളെ ഇവൻ വിളിച്ചിട്ടുണ്ട്, എത്ര പേരെ റിസോർട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, എത്ര പേരെ ഏതൊക്കെ ഹോട്ടലുകളിൽ കൊണ്ടുപോയിട്ടുണ്ട്, അല്ലേ? അത് രാജ്യത്തിനകത്തും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും ദുബൈയിലും ഒക്കെ അമേരിക്കയിലടക്കം എത്ര പേരെ ഹോട്ടൽ മുറികളിൽ കൊണ്ടുപോയിട്ട് ഭോഗിച്ചിട്ടുണ്ട് ഇവൻ. അപ്പോൾ അത് സംസ്കാരമാണ്. ആ സംസ്കാരം ഇല്ലാത്തവൻ്റെ അത്ര തരം താഴാൻ പിഷാരടിയെ കിട്ടില്ല എന്നുള്ളത് തന്നെയാണ്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി, അയാൾ സിനിമയിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അയാൾ ഒരു കലാകാരനായിട്ട് അയാൾ പല വേദികളിൽ പല പ്ലാറ്റ്ഫോമുകളിൽ അവതരിപ്പിക്കുന്ന കലാരൂപം വെച്ചിട്ട് ആ വ്യക്തിയെ അധിക്ഷേപിക്കുക, അയാളെ പരിഹസിക്കുക, അയാളെ കോമാളിയാക്കുക. സിനിമാ നടന്മാർ ആദ്യമായിട്ടൊന്നല്ലല്ലോ മത്സരരംഗത്തേക്ക് വരുന്നത്. ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ടല്ലോ, ഇല്ലേ? മുൻപും ഉണ്ടായിട്ടില്ലേ? മുൻപത്തെ കാര്യം വിട്, ഇപ്പോഴുണ്ടല്ലോ, ഇല്ലേ? ഇനി
ഇവരുടെ കൂട്ടത്തിൽ ഒരു ഭൂലോക ഫ്രോഡായ മുകേഷ് എന്ന് പറയുന്ന ഒരുത്തരുണ്ടല്ലോ, ഇപ്രാവശ്യം മത്സരിക്കുന്നില്ല. ശരി തന്നെ, കഴിഞ്ഞ 2 തവണ മത്സരിച്ചു, 3-ാം തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചു, ഒക്കെ ചെയ്ത ഒരുത്തരുണ്ടല്ലോ. അവൻ സിനിമയിൽ മാത്രമല്ല റിയൽ ലൈഫിലും ഭൂലോക ഫ്രോഡാണ്, ബലാത്സംഗ വീരനാണ്, വ്യഭിചാരിയാണ്, പീഡന വീരനാണ്. ഇനി ഇവരുടെ കൂട്ടത്തിൽ ഒരു മന്ത്രി ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഭാര്യ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വേശ്യകളുമായിട്ട് വ്യഭിചരിക്കുന്ന കണ്ട അതേ മന്ത്രി. ആ മന്ത്രിയെ കുറിച്ച് ഈ തോമസ് ഐസക്കിന് എന്താ പറയാനുള്ളത്? ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ? ആ മന്ത്രിയെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് തോമസ് ഐസക്കിൻ്റെത്. കണ്ടവരെയൊക്കെ ഹോട്ടൽ മുറികളിലേക്ക് വിളിച്ചു കൊണ്ടുപോവുക. ചിലരൊക്കെ യെസ് പറയും, ചിലരൊക്കെ നോ പറയും. അതാണ് ഇവന്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. എന്നാലും വേണ്ടില്ല, യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും പച്ച ഇറച്ചി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചിന്ത ഏത് ഹോട്ടലിൽ റൂം എടുക്കാമെന്നുള്ളതാ. മനസ്സിലായില്ലേ? എന്നിട്ട് അങ്ങനത്തെവന്മാർ ഇറങ്ങി വന്നിട്ട് പിഷാരടിയൊക്കെ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്. എന്താണത്? മറ്റൊന്നുമല്ല, വലിയ ഒരു തോൽവി. ആ തോൽവി ഇവർ മുന്നിൽ കാണുന്നുണ്ട്, വലിയ ഒരു പരാജയം മുന്നിൽ കാണുന്നുണ്ട്. എസ്പെഷ്യലി പാലക്കാട്ട് എല്ലാ കളികളും കളിച്ചു നോക്കുകയാണ്. NMR റസാക്കിനെ ഇറക്കിയിട്ട് ഒരു ഭാഗത്ത് ഒരു കളി, മറിച്ച് NMR റസാക്കിനെ സുരേഷ് ഗോപിയുമായി ചർച്ച നടത്താൻ വിട്ടിട്ട് അവിടെ വേറൊരു ഡീല്. പക്ഷേ പാലക്കാട്ടെ ചിത്രം ഇതൊന്നുമല്ല. പാലക്കാട്ടെ ചിത്രം എത്രയൊക്കെ ഡീലുണ്ടാക്കിയാലും പാലക്കാടിന്റെ മുൻ ജനനായകൻ ഷാഫി പറമ്പിൽ ഉണ്ടാക്കിയ ഒരു ഡീലുണ്ട് പാലക്കാട്ട്. അത് പാലക്കാട്ടെ ജനങ്ങളുമായിട്ടാണ്. ആ ഡീലിനെ വെല്ലാൻ കഴിയുന്ന ഒരു ഡീലും ഈ പറയുന്ന സംസ്കാരമില്ലാത്ത തന്തയില്ലാത്ത ഒരുത്തനെ കൊണ്ടും ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ തന്തയില്ലാത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കണ്ട ഇവൻ എന്ത് പൊട്ടനാ, അങ്ങനെ ബയോളജിക്കലി അങ്ങനെ സാധ്യമാകൂല. പക്ഷേ അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. മനസ്സിലായില്ലേ? ഇത് വേറെ ഒരു ലെവൽ, വേറെ ഒരു തരം രാഷ്ട്രീയ പ്രവർത്തന. പ്രത്യയശാസ്ത്രപരമായിട്ട്, ആശയപരമായി, രാഷ്ട്രീയപരമായി, ആദർശപരമായി രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ അവരെ അധിക്ഷേപിക്കുക, പരിഹസിക്കുക, പെണ്ണുപിടിയനാക്കുക, ബലാത്സംഗ വീരനാക്കുക, അപമാനിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു തരം രാഷ്ട്രീയ പ്രകടനം. അത് മാത്രമാണ് സഖാക്കള് എന്ന് പറയുന്ന CPM-ന്റെ ഭാഗത്ത് കൈമുതലായിട്ടുള്ള ആകെയുള്ള ഒരായുധം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ? ബഹുമാന്യനായ പാണക്കാട് തങ്ങൾക്കെതിരെയാണ് ഈ അന്തങ്ങമ്മി ക്രിമിനൽ തെമ്മാടികൾ ഇപ്പൊ ഉറഞ്ഞു തുള്ളുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇത്തരത്തിലുള്ള രാഷ്ട്രീയങ്ങളെ കൈകാര്യം ചെയ്തിട്ട് തന്നെ ഇനി അടക്കമുള്ളൂ. സംസ്കാരമില്ലാത്തവനെന്ന് കരുതി, ബുദ്ധിയില്ലാത്തവനെന്ന് കരുതി നേതാക്കന്മാർ തള്ളിക്കളയുമെങ്കിൽ, അവർ പ്രതികരിക്കാതിരിക്കുമെങ്കിൽ, പക്ഷേ അണികൾ അങ്ങനെയല്ല. ഇപ്പൊ തങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു പ്രവർത്തനം, അതിനെ കൈകാര്യം ചെയ്യാൻ ലീഗിന്റെ മക്കൾ ഒരുങ്ങിക്കഴിഞ്ഞു. അതുപോലെ ഈ പറയുന്ന സംസ്കാരമില്ലാത്ത തന്തയില്ലാത്തവന്മാരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതാ. അതിപ്പോ പിഷാരടിയെ പോലെയുള്ള നേതൃത്വത്തിൽ നിൽക്കുന്ന ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ അവരവരുടെ ഒരു ലൈന് വിട്ട്, അവരുടെ ഒരു രീതി വിട്ട് അവർ പ്രവർത്തിക്കില്ലായിരിക്കും. പക്ഷേ സാധാരണക്കാരായ പ്രവർത്തകർക്ക് അത്തരം ഒരു രീതി ഇല്ല എന്നുള്ളത് കൂടി സഖാക്കൾ മനസ്സിലാക്കിക്കോ.